അതവിടെ വെച്ചിട്ട് വല്ലതും പോയി പഠിക്കാൻ നോക്കും. പരീക്ഷ എന്താണെന്ന് അറിയാമോ? ഒരു മാസം കഴിഞ്ഞ് സ്കൂൾ ഫൈനൽ എക്സാം. ഇതുവരെ സെക്കൻഡ് റിവിഷൻ കംപ്ലീറ്റ് ആയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടോട്ടലിൽ 2 മാർക്ക് കുറഞ്ഞു പോയാൽ ഞാൻ എങ്ങനെയാ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്നേ? ഓ, ഞാൻ കരുതി സ്കൂളിലെയാണെന്ന്. സൺഡേ സ്കൂൾ അല്ല, നിനക്ക് അറിയാമല്ലോ. അത് വെച്ചങ്ങ് എഴുതിയാൽ മതി. ഇപ്പൊ പോയി സ്കൂളിലെ എക്സാം റിവിഷൻ ചെയ്യേ. അതെ, മോരങ്ങ് അറിയാവുന്നത് വെച്ച് എഴുതിയാൽ മതി. ഇപ്പോഴാ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയത്. മമ്മി ഇത്തിരി വിശ്രമിച്ച് TV ഒന്ന് കാണട്ടെ. സംശയമുള്ളത് ചോദിച്ചോ. യേശുവിനെ കണ്ട് നമസ്കരിച്ച് കാഴ്ചകൾ അർപ്പിച്ചു. മമ്മി, ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞെന്താ? ഈ കാഴ്ച എന്ന് പറയുന്നതേ ഗിഫ്റ്റ്. അതെ, മോന്റെ അനിയത്തി ഉണ്ടായപ്പോ കാണാൻ വന്നവർ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നില്ലേ, അതിനാ. മോൻ ബാക്കി പഠിച്ചോ. യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആര്? അത് ആരാ മമ്മി? ഓ, അത് പത്രോസ് ആണെന്ന് തോന്നുന്നു. യേശുക്രിസ്തു ജനിച്ചത് എവിടെ? അത് എവിടെയാ പപ്പ? അത് സിറിയയിലെ കണ്ടാണെന്ന് തോന്നുന്നു. നീ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കും. അയ്യോ, സൺഡേ സ്കൂൾ വണ്ടി വരാനായി. എക്സാം അല്ലേ, ഒന്ന് വേദോസ്തം വായിച്ച് പ്രാർത്ഥിച്ചിട്ടു. ഒരു സങ്കീർത്തനം എടുത്ത് വായിക്കും. യഹോവ എന്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടില്ല. അയ്യോ, ബാക്കി വായിച്ചേ. ഇതിന്റെ ചാർജ് തീർന്നു പോയി. ബാക്കി ഓർമ്മയില്ലേ? പപ്പയങ്ങ് ഓർത്തു വന്നു. മോനെ, വണ്ടി വരാറായി. പ്രാർത്ഥിച്ചോണ്ട് പോയിക്കോ, താമസിക്കണ്ട. സമയം എത്രയായി? സൺഡേ സ്കൂൾ പരീക്ഷ കഴിഞ്ഞ് അവനിക്ക് വന്നില്ലല്ലോ. ഓ, വരാറാവുന്നതേ ഉള്ളൂ. എന്തൊക്കെ തോന്നുന്നു? മോൻ സൺഡേ സ്കൂൾ എക്സാമിൽ എല്ലാം എഴുതിയോ? ഏത് മമ്മി? എന്തൊക്കെയായിരുന്നു ചോദിച്ചത്? യേശു ജനിച്ചത് ചോദിച്ചു, യേശു പള്ളിയിൽ പോയ കാര്യങ്ങൾ ചോദിച്ചു, യേശുവിന്റെ സ്നാനവും അത്ഭുതങ്ങളും ഒക്കെ ചോദിച്ചു. എല്ലാം മോൻ പഠിച്ചതായിരുന്നല്ലോ. അതെ മമ്മി, ഞാൻ എല്ലാം എഴുതി. കിട്ടുമോ? അതോ ഇപ്രാവശ്യം എല്ലാവരും കൊണ്ടുപോകുമോ? ഞാൻ എല്ലാം എഴുതി മമ്മി. പോയിരുന്ന് സ്കൂൾ ലെസൺസ് റിവിഷൻ ചെയ്യും. പ്രയറും കണക്കാന്നേ, ബോറിങ്. ആരാധന ഒന്നും പോരാ. പ്രസംഗത്തിന് ഒരു പുതിയ വീണ്ടും ഉണ്ട്. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം മീറ്റിംഗ്. അത് വല്ലാതെ കൂടുതൽ. അതിന് 2-3 മണിക്കൂർ നീരുന്ന് മടുക്കും. ഷോർട്ട് ആൻഡ് സ്വീറ്റ്, അതാണ് വേണ്ടത്. ഇപ്പോഴൊക്കെ എത്ര നല്ല പോയിന്റുകളുള്ള പ്രസംഗങ്ങൾ നമുക്ക് ഇന്റർനെറ്റിലും ടിവിയിലും കിട്ടും. സമയവും ലാഭം. ടൈം ഈസ് മണി എന്നല്ലേ? അത് ശരിയാ, വെറും സമയനഷ്ടം തന്നെ. പിന്നെ മെനക്കേടും. എന്നാലും പിന്നെ ഈ പിള്ളേരുടെ കല്യാണം, മരിച്ചാൽ ഒരു നല്ല അടക്കം, ഇതൊക്കെ നടക്കണ്ടേ? അതൊന്നും ഇന്റർനെറ്റിലും ടിവിയിൽ നടക്കില്ലല്ലോ. അതിനൊക്കെ ഒരു സെറ്റപ്പ് ഉള്ള ഇതുപോലത്തെ വല്ല സമയം പോയാലല്ലേ നടക്കൂ. അത് ശരിയാ. അതുകൊണ്ടല്ലേ കടിച്ചു പിടിച്ചു നിൽക്കുന്നേ. ഇല്ലേൽ എപ്പോഴേ നമ്മൾ വിട്ടുപോയേനെ. ഈ സഭയിൽ വന്നപ്പോഴേ ഞാൻ അന്വേഷിച്ചത് ശവക്കോട്ടം ഉണ്ടോന്ന്. ഓ, അത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സമാധാനമായി. ചുമ്മാതാണോ ഞാൻ നമ്മുടെ പള്ളിയും പട്ടക്കാരും ഒന്നും വിടാത്തത്? കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളിയിലെ ചാക്കയുടെ അടക്കമായിരുന്നു. മെത്രാപ്പോലിത്തയാണ് നടത്തിയത്. എന്നാ ശുശ്രൂഷയായിരുന്നു. ഇതുവെല്ലാം നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് സഭയിൽ വന്ന് നടക്കുമോ? പിന്നെ എന്നാത്തിന് അച്ഛൻ ഇങ്ങോട്ട് വരുന്നേ? അവിടെ തന്നെ നിന്നാ പോയി. അതെ, അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ സഭക്കാർക്ക് അച്ഛനൊന്നും അറിയില്ല. അത് പിള്ളേര് ബൈബിളിലെ വല്ലതും പഠിക്കണമെങ്കിൽ ഇവിടൊക്കെ പോകണം. ബാക്കി സമയം നമ്മുടെ പള്ളിയിൽ കൊണ്ടുപോകാം. ഏതായാലും പള്ളി വിട്ടുള്ള പരിപാടി ഈ തോമാച്ചനില്ല. ഇതിനെപ്പറ്റിയാ ഞങ്ങളുടെ പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത്. 2 വെള്ളത്തിൽ ചവിട്ടുന്നവർ ഒടുവിൽ വെള്ളത്തിലാകും.
ചോദിച്ചതാ. റോയ്മോനെല്ലാം എഴുതിയെന്ന് പറയുന്നേ. പിന്നെ മാർക്ക് എങ്ങനെ ഇങ്ങനെയായേ? എഴുതിയതനുസരിച്ച് മാർക്ക് ഇടാൻ പറ്റൂ. റോയ്മോൻ എന്തെങ്കിലും എഴുതിയെന്ന് അവനോട് ചോദിച്ചു നോക്കാം. ഞാൻ ചോദിച്ചിട്ട് തന്നെയാ വന്നത്. എന്റെ റോയ്മോൻ എല്ലാം എഴുതിയിട്ടുണ്ട്. അവൻ മിടുക്കനാണ്. പക്ഷെ അതൊന്നും പേപ്പറിലില്ല. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ ഒരു തർക്കം? അതെ പാസ്റ്ററെ, റോയ്മോൻ എല്ലാം എഴുതിയെന്നാ പറയുന്നേ. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. ഇത് എന്ത് കളി? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ടീച്ചറിന്റെ കയ്യിൽ ആ ചോദ്യ പേപ്പർ ഉണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ പ്രശ്നം തീർന്നു. ഇപ്പൊ തന്നെ ഞാൻ റീടെസ്റ്റ് ഇടാം. എന്താ? അത് മതി, അത് മതി. ആ ചോദ്യ പേപ്പർ ഇങ്ങോട്ട് എടുക്കും ടീച്ചറെ. റോയ്മോനെ, നീ ഇങ്ങോട്ട് നീങ്ങി. ആദ്യത്തെ ചോദ്യം, എരിവോ മതിൽ തകർത്തത് ആര്? ഞാനല്ല. ആ ഐസക്കും ജോയിനും എപ്പോഴും മതിലേ കിടന്ന് ചാടും. അവരുടെ അടുത്ത് ചോദിച്ചോ. പാസ്റ്ററെ, എന്റെ റോയ്മോൻ അങ്ങനെ നശീകരണമൊന്നും ചെയ്യില്ല. ഗുഡ് ബോയ് ആവൻ. ഇനി അഥവാ അവനതിനെല്ലാം തകർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കേടി അങ്ങ് എണ്ണി തന്നേക്കാം. അതുകൊണ്ട് മാർക്ക് കുറയ്ക്കാമോ? ഇത് ബൈബിളിലെ ചോദ്യമായിരുന്നു. എന്തായാലും എഴുതിയില്ലെന്ന് മനസ്സിലായല്ലോ. ഒന്ന് തെറ്റിയാലും സെക്കൻഡ് പ്രൈസ് എങ്കിലും കിട്ടണ്ടേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ആദ്യത്തെ കൽപ്പന എന്ത്? ആര് ആർക്ക് കൊടുത്തു? അത് അനുസരിച്ചോ? എന്ത് പറ്റി? ഹവ്വ ആദത്തിന്റെ അടുത്ത് പഴം കഴിക്കാൻ കൽപ്പിച്ചു. ആദം അനുസരിച്ചു. അതാ പറ്റിയത്. പെൺവാക്ക് കേൾക്കുന്നവൻ പെരുവഴി. ആ, അതുപോട്ടെ. ഇനി അടുത്ത ചോദ്യം. യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം പറഞ്ഞത് ആര്? മറിയം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയായതുകൊണ്ട് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇനി അടുത്തത്. ഭക്തന്മാർ യേശുവിന് എന്തെല്ലാം കാഴ്ചകൾ അർപ്പിച്ചു? അത് സോപ്പും പൗഡറും പാമ്പേഴ്സും. മമ്മി പറഞ്ഞില്ല വീട്ടിലെ അനിയത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നാണ്. ഇനി അടുത്തത്. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അത് പാവം ചെയ്യണം. എടാ റോയ്മോനെ, നീ എന്തൊക്കെയാ എഴുതിയത്?
മുടിയോട് ചാത്തി വന്നുദിച്ച ദിവ്യതാരമേ, ലോകപാപമെല്ലാം തോളിലേറ്റിടാനായി എളിമയോടെ ജാതനായ മഹിത സ്നേഹമേ, സ്നേഹഗീതമായി മണ്ണിൽ വന്നു ജാതനായ ദിവ്യസൂനുവേ, നന്മതൻ വിത്തുകൾ പാരിതിൽ വിതച്ചിടാൻ താഴ്മയോടെ പുൽക്കുടിലിൽ ഉണ്ണി പിറന്നു. ജാതനായി രാജാതിരാജനിന്ന് ബേത്ലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. തപ്പുതാളം മേളമോടെ വീണമീട്ടി ആർത്തുപാടാം ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ, ശാന്തരാത്രിയിൽ പിറന്ന രാത്രിയിൽ, ശാന്തരാത്രിയിൽ പിറന്ന രാത്രിയിൽ, ശാന്തരാത്രിയിൽ. Here we go. Na 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 na.
എന്നാൽ മനുഷ്യ ജീവിതത്തിലെ അന്തരാത്മാവിനെ തൊട്ടുണർത്തുന്ന ചില യുഗാന്ത്യ ദർശനങ്ങൾ ഇതിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും വിരൽ ചൂടുന്നത് തിരക്കേറിയ യാത്രാമധ്യത്തിൽ ജീവിതത്തിൽ സ്വായത്തമാക്കേണ്ട നിത്യരക്ഷയുടെ തിരസ്കരണം അതിൻ്റെതായ ശൂന്യതയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു. ഈ ലോക മരുഭൂ യാത്രയിൽ മനുഷ്യൻ പരദേശിയാണെന്നുള്ള സത്യം ഈ ദൃശ്യാവിഷ്കാരം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. സവിനയം ഞങ്ങൾ സമർപ്പിക്കുന്നു. മരണാനന്തരം, മരണാനന്തരം, മരണാനന്തരം. എന്തൊരു ക്ഷീണം! 3 ദിവസമായില്ലേ ഞാൻ ഈ യാത്ര തിരിച്ചിട്ടേ. വഴിയിൽ വെച്ച് ഞാനൊരല്പം വെള്ളം പോലും കുടിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ വിശപ്പോ ദാഹമോ തോന്നിയതേയില്ല. ഈ സ്ഥലമൊക്കെ എത്ര മനോഹരമായിരിക്കുന്നു. പക്ഷേ ഈ വാതിൽ മാത്രം അടച്ചിരിക്കുന്നല്ലോ. കർത്താവ് ഇവിടെ ഇല്ലേ? എന്തായാലും ഇതുവരെ വന്നതല്ലേ. കർത്താവിനെ ഒന്ന് വിളിച്ചു നോക്കാം. കർത്താവേ, കർത്താവേ, തോമസ് കുട്ടി വന്നിരിക്കുന്നു. കർത്താവേ, വാതിൽ തുറക്കണമേ. ശരാ, ഈ കർത്താവ് എന്നെ എടുക്കുന്നു. അല്ല, കർത്താവ് എന്നെ കാണാതെ കിടന്ന് ഉറങ്ങി കാണുമോ? അല്ല, എന്നെ മാത്രമാണോ ഇങ്ങോട്ടേക്ക് എടുത്തത്? ഒരുവനെയും ഈ വഴിക്ക് കാണാനില്ലല്ലോ. ഒരുത്തൻ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഹലോ, ആരാ? ഞാൻ അരകല്ലിൽ ഉലകന്നാന്റെ മകൻ മത്തായി. ആരാ? എടോ, അരകല്ലിൽ ഉലകന്നാന്റെ മകൻ മത്തായി അങ്ങ് ഭൂമിയിൽ നിന്ന് വരികയാണ്. അങ്ങ് ഭൂമിയിൽ നിന്ന് വരികയാണല്ലേ? താൻ എങ്ങനെയാ മരിച്ചത്? ഓ, അത് പറയുമ്പോ എനിക്ക് വിഷമാകണോ? ചെറിയൊരു വയറുവേദന വന്നതാ. എന്നിട്ട് എടോ, മെഡിക്കൽ കളയിൽ പോയി അവര് കീറി അങ്ങ് മുറിച്ച് എനിക്ക് കിണി എടുത്തോന്നാ സംശയം. അങ്ങനെയാണോ? അതിലൊന്നും എനിക്ക് വിഷമമില്ല. പിന്നെ എന്റെ 10-30 മക്കളെ കാര്യം ഓർക്കുമ്പോഴാ ഒരു വിഷമം. എന്റെ അപ്പോ 10-30 മക്കളോ? അവർക്ക് വസ്തുവകളൊന്നും വീതിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഓ, അതൊക്കെ പോട്ടെ, 19,000 തേങ്ങ വെട്ടുന്ന പറമ്പല്ലേ. എന്റെ കർത്താവേ, 19,000 തേങ്ങ കിട്ടുന്ന പറമ്പോ? എടോ, നീ വിളിച്ചിരുത്താതാ 10,500 തേങ്ങയൊക്കെ കിട്ടും. അതൊക്കെ പോട്ടെ, റബ്ബറോ? റബ്ബറുണ്ടോ? എടോ, അരകല്ലിൽ കുടുംബക്കാരെന്ന് വെച്ചാൽ എന്തുവാ? എന്തോ? എടോ, തേങ്ങയുണ്ട്, മാങ്ങായുണ്ട്, ചക്കായുണ്ട്, പുളിച്ചിക്ക വരെയുണ്ട്. പക്ഷെ അതൊന്നും വിറ്റ് കാശാക്കാൻ പറ്റിയില്ല. അതൊക്കെ പോട്ടെ, താനെങ്ങനെയാണോ മരിച്ചത്? അത് പറയാതിരിക്കുന്ന ഭേദം. പറഞ്ഞാൽ ഇവിടെ വൃത്തികേടാവുമോ? വൃത്തികേടൊന്നുമില്ല. പിന്നെ ചെറിയൊരു പനി വന്നതാ. ചെറിയ പനി വന്നാ എങ്ങനെയാ തോമസ് കുട്ടിയെ മരിക്കുന്നത്? ഓ, ഇപ്പോഴത്തെ ഡെങ്കു പനി ആയിരിക്കും. മത്തായിക്ക് തെറ്റി. ഡെങ്കിപ്പനി ഒന്നും അല്ലെന്നേ. പിന്നെ അവന്മാരൊപ്പിച്ച പണിയാ. എലികളെ. ഓ, അപ്പൊ എലി കടിച്ചാ മരിച്ചത്? എലി കടിച്ചൊന്നുമല്ല ഞാൻ മരിച്ചത്. പിന്നെ എലിപ്പനിയേ. ഓ, എലിപ്പനി. എന്റെ തോമസ് കുട്ടിയെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി തന്നെ എലി കടിച്ചാ മരിച്ചെന്ന്. അതെങ്ങനെ മത്തായിക്ക് മനസ്സിലായി? അത് പിന്നെ ആ മുഖം നോക്കിയാൽ അറിയില്ലേ, ഒരു മൂഷികന്റെ ലുക്കൊക്കെ ഇല്ലായോ? തോമസേ, കർത്താവ് ഇവിടെ ഇല്ലായോ? കർത്താവ് ഇവിടെ ഉണ്ടല്ലോ, അങ്ങ് വിളിച്ചാട്ടെ. കർത്താവ് ഇവിടെ ഉണ്ടെന്നോ? അരകലിൽ ഉലകന്നാന്റെ മകൻ മത്തായി വന്നിട്ട് കർത്താവ് എന്നാ വാതിലടച്ചകത്തിരിക്കുന്നത്? ഞാൻ ചെയ്യാത്ത പുണ്യപ്രവൃത്തികളില്ല. എന്തൊക്കെ സഹായങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സാധു സഹായം, വിവാഹധന സഹായം, ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കല്, എന്തൊക്കെ പരിപാടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ടായിരിക്കും. എനിക്ക് വേണ്ടി കർത്താവ് വാതിൽ തുറക്കുകയും ചെയ്യും. കർത്താവേ, ഇതാ അരകല്ലിൽ ഉലകന്നാന്റെ മകൻ മത്തായി വന്നിരിക്കുന്നു. കർത്താവേ, അങ്ങ് വാതിൽ തുറക്കണമേ. കർത്താവേ, ഇതാ അരകല്ലിൽ ഉലകന്നാന്റെ മകൻ മത്തായി വന്നിരിക്കുന്നു. കർത്താവേ, മത്തായി. ഓ കർത്താവ്, ഞാനാ തോമസ് കുട്ടി. ഓ, തോമസ് കുട്ടിയെ താൻ എന്നെ കളിയാക്കുക അല്ലേടോ?
ചുമ്മാ ഒന്ന് കളിയാക്കിയതല്ലേ. കർത്താവ് വാതിലൊന്നും തുറക്കില്ല, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാമെന്നേ. എടോ, പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. ശരിയാണല്ലോ, ഒരുത്തൻ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. കാലം അവസാനമായി ഒരുങ്ങാം വിശുദ്ധിയോടെ കാലങ്ങളെ കോട്ടി കാലങ്ങൾ ചേർത്ത് കാലം അവസാനമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ഗ്ലോറി, സ്തോത്രം, ഗ്ലോറി. ആമേൻ. അതങ്ങ് കയ്യിലിരിക്കട്ടെ. ഞാൻ പാസ്റ്റർ വർഗീസ് കുട്ടി. എന്ത് ഗീവർഗീസ് പുണ്യാണ്? പുണ്യാണോ? പാസ്റ്റർ വർഗീസ് കുട്ടി. വർഗീസ് കുട്ടിയോ? ഞാനങ്ങ് കേരളത്തിൽ നിന്ന് വരിക. അവിടെ നല്ല മഴയായിരുന്നു. ഇവിടെ മഴയൊന്നുമില്ലേ? ഇവിടെ മഴയൊന്നുമില്ല, നല്ല ചൂട് കാറ്റുണ്ട്. എവിടെയെന്നറിയാം പാസ്റ്ററെ? എവിടുന്ന്? പാസ്റ്റർ ഇങ്ങോട്ട് വന്നു വഴിക്കാൻ നരകം. ഒരു കാലം എടുത്ത് വച്ചാൽ മതിയെന്നേ. അല്ല പാസ്റ്ററെ, പാസ്റ്റർ അവിടെ നിന്ന് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുക, ഈ സഞ്ചിക്കകത്ത് എന്തോ. ഈ സർട്ടിഫിക്കറ്റ് കണ്ടോ? ഇതെന്താ പാസ്റ്ററെ? ഇത് ഞാൻ ബീഡി എടുത്തതില്ല. എല്ലാമോ ബീഡി വലിക്കുമ്പോൾ സെപ്പറേറ്റ് ടിക്കറ്റ് പോലും. കൊള്ളാം, ഇത് എവിടത്തെ മര്യാദയാ? ഇവിടെ ബീഡി എന്ന് വെച്ചാൽ ഒരു ഡിഗ്രിയാണ്. ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി, ദൈവശാസ്ത്രം. ഇത് ഞാൻ പൂനെ തിയോളജിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചെടുത്ത ഡിഗ്രി. ഓ, ബാച്ചിലർ ഓഫ് ഡിഗ്രി കുട്ടി, ദൈവശാസ്ത്രം. അതിലും എടുത്തിട്ടുണ്ട് അല്ലേ? ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇതെന്താ പാസ്റ്ററെ? ഇത് ഞാൻ അമേരിക്കയിൽ പോയി ഡോക്ടറേറ്റ് എടുത്തത്. പാസ്റ്റർ ഇവിടെ കയറുമെന്നപ്പോ പറഞ്ഞു താനൊരു പാസ്റ്ററാണ്, ഇപ്പൊ പറയുന്നു ഡോക്ടറാണ്. ഈ രണ്ട് വർത്തമാനം പറയുന്നു കേട്ട പാസ്റ്ററെ? അതൊരു ഡിഗ്രിയാണ്, അതും ഞാൻ എടുത്തിട്ടുണ്ട്. എടോ, ഈ പുസ്തകം കണ്ടു? ഇതെന്താ പാസ്റ്ററെ? ഇത് ഞാൻ നരകത്തെ കുറിച്ച് എഴുതിയത്. ഏത്? നമ്മുടെ തിരുവനന്തപുരം, എറണാകുളം, ഏത് നരകത്തെ കുറിച്ച്? അയ്യോ, അത് നഗരം. ഇത് ഈ നരകത്തെ കുറിച്ച് ഞാൻ അവിടെ ഇരുന്ന് എഴുതിയത്. ഓ, ഈ നരകത്തെ കുറിച്ച് പാസ്റ്റർ അവിടെ ഇരുന്ന് എഴുതിയതാ കേട്ടോ. നല്ല കവിയാ. താൻ ഇതൊക്കെ എങ്ങനെയാണോ എഴുതിയത്? ഈ പുസ്തകം എഴുതാനായും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു നിൽക്കും, ഒരു ഭ്രാന്തനെ പോയി. നിങ്ങളിത് വാങ്ങിച്ചിട്ടില്ലേ? ഇല്ല. പിന്നെ എഴുതിയ ഞാൻ പോലും വായിച്ചിട്ടില്ല, പിന്നല്ലേ നിങ്ങൾ. ഈ പുസ്തകം കണ്ടു? ഇതെന്താ പാസ്റ്ററെ? ഇതാണ് ബൈബിൾ. ബൈബിൾ? ഏത്? നമ്മുടെ ഉള്ളൂർ കുമാരദാസൻ എഴുതിയ ബൈബിളെ. മലയാളത്തിൽ ഇതിനെ എവിടെ നിന്നാ പറയുന്നത്? അതൊന്നും അല്ലോ. പിന്നെ ഇതാണ് സത്യവേദ പുസ്തകം. ഇത് പറഞ്ഞപ്പോഴോ കേട്ടോ മത്തായി, എന്റെ വീട്ടിലുണ്ട് ഒരെണ്ണം. ഞാനത് തലയുടെ അടിയിൽ വെച്ചാ കിടക്കുന്നത്. എന്നാത്തിനെന്നറിയോ മത്തായി? എന്നാത്തിനാണോ? പേടി കിട്ടാതിരിക്കാൻ. ഇത് പറഞ്ഞപ്പോഴാ തോമസേ കേട്ടോ, എന്റെ വീട്ടിലുമുണ്ട് 4-5 ബൈബിള്. എന്നാത്തിനാണോ എന്ന് അറിയാമോടോ? എന്നാത്തിനാ? പ്രത്യേകിച്ച് ഒന്നിനുമല്ലടോ. എടോ, ഞാൻ എന്റെ 5 ബൈബിൾ കൂടി അലമാരയിൽ വെച്ച് ഭദ്രമായിട്ട് പൂട്ടിയിരിക്കുക. പൊടി പോലും കയറത്തില്ല. നല്ല വിശ്വാസികൾ. എനിക്കിതൊന്നും വല്ലോ വിഷമം. പിന്നെ എന്റെ ഭാര്യ സിസ്റ്റർ ലിസിയെ കാണാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. സിസ്റ്റർ ലിസിയോ? ലിസി പയ്യന്നൂരിലെ കൺവെൻഷൻ ഹാളിന്റെ വരാന്തയിലൂടെ ഞാൻ സിസ്റ്റർ ലിസിയോടൊപ്പം നടന്നു. അങ്ങ് വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം പാതിരാൻ കാറ്റുണ്ട്. മോമേ, ആ സിസ്റ്റർ ലിസിയുടെ മുഖത്തൊക്കെ തട്ടിത്തുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഗ്ലോറി, ഗ്ലോറി. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരന്തോറും സിസ്റ്റർ ലിസിയുടെ വിശ്വാസം കൂടിക്കൂടി വന്നു. ഹല്ലേലൂയ. അന്ന് ആ വരാന്തയിൽ വച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരു ബ്രദറിനും ഈ സിസ്റ്ററിനെ വിട്ടുകൊടുക്കൂല. ഈ സിസ്റ്റർ ലിസി പാസ്റ്റർ വർഗീസ് കുട്ടിയാണ്. എന്റെ സാറേ, സിസ്റ്റർ ഹല്ലേലൂയ പറഞ്ഞ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. എന്റെ പാസ്റ്ററേ, ഓ ഗ്ലോറി. അതൊക്കെ പോട്ടെ, പാസ്റ്റർ എങ്ങനെയാ മരിച്ചത്? അയ്യോ, അത് പറയാതിരിക്കുന്നത് വേദം. അതെന്താ പാസ്റ്ററേ? അത് ഞാൻ തൂങ്ങിയാ മരിച്ചത്. ഇത്രയും പേര് കേട്ട പാസ്റ്റർ തൂങ്ങി മരിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ. അതല്ലോ, ഞാൻ തൂങ്ങിയാ മരിച്ചത്. 2 വട്ടം തൂങ്ങി മരിച്ചു കളഞ്ഞു. ഈടോ, അങ്ങനെയൊന്നുമല്ല. പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഉറക്കം വന്നു. ഉറക്കം തൂങ്ങി തറയിൽ വീണ് പെടലോടി ഞാൻ മരിച്ചത്. സുഖ മരണം. പാസ്റ്റർക്ക് പറ്റിയ മരണം തന്നെ.
പാസ്റ്ററെ കാണുമ്പോ തന്നെ അറിയാം ഒരു പിടയോടിഞ്ഞ പാടുണ്ടെന്ന്. അതൊക്കെ പോട്ടെ, കർത്താവ് ഇവിടില്ലേ? ഉണ്ടല്ലോ, കർത്താവ് ഞങ്ങളിവിടെ പുറത്തിരുത്തിരിക്കുക. പാസ്റ്റർ വന്നിട്ട് തുറക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെയല്ലേ വരൂ. ഞാൻ കൈവയ്ക്കാത്ത ആളുകളില്ല. ഞാൻ പ്രസംഗിച്ചാൽ എന്ത് ആത്മമാനിയാണ്. ഞാൻ ചെയ്യാത്ത വേലത്തരങ്ങളല്ല നമുക്ക്. ഇത്രയും വീര്യകൃത്യങ്ങൾ ചെയ്ത് എന്നെ കർത്താവ് ഇഷ്ടപ്പെടാതിരിക്കുന്നു. അല്ലെങ്കിൽ സ്തോത്രം, ഗ്ലോറി ഗ്ലോറി. പാസ്വേ, പാസ്വ ഒന്ന് കർത്താവിനെ വിളിച്ചാട്ടെ. അങ്ങ് വിളിച്ചാട്ടെ. കർത്താവ്, കർത്താവ്, അങ്ങയുടെ വിശ്വസ്തദാസൻ പാസ്റ്റർ വർഗീസ് കുട്ടി വന്നിരിക്കുന്നു. കർത്താവ്, കർത്താവ് വാതിൽ തുറക്കണം. കർത്താവ്, കർത്താവ്. പാസ്റ്ററെ ഒന്ന് ശക്തമായിട്ട് വിളിച്ചാട്ടെ. കർത്താവ് വാതിൽ തുറക്കണമേ. കർത്താവ്, കർത്താവ് വാതിൽ തുറക്കണമേ. കർത്താവ് തുറക്കട്ടപ്പാ, തുറക്കട്ടെ. കർത്താവ് വാതിൽ തുറക്കണമേ. കർത്താവ്. എന്റെ പാസ്വേ, കർത്താവ് വാലും തുറക്കില്ലെന്നേ. നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കാന്നേ. വഴിയരികിൽ പതിനായി കാത്തു നിൽക്കും ബൈജു, വഴിയരികിൽ വാള് വെച്ച് ഓരിയിടും ബൈജു, കുടിയന ബൈജു, കുടിയന ബൈജു. താനാരാണെന്ന് തനിക്കറിഞ്ഞൂടെ? താൻ എന്നോട് ചോദിക്കണം താനാരാണെന്ന്. അപ്പൊ ഞാൻ പറയും താനാരാണെന്ന്. അപ്പൊ തനിക്ക് മനസ്സിലാകും താനാരാണെന്നും ഞാനാരാണെന്നും. എന്താണ് ഇത്? താൻ ആരാണ്? ഞാൻ കുടിയൻ ബൈജു. കർത്താവ് ഇവിടെ ഇല്ലേ? കർത്താവ് കൂടെയുണ്ട്. താൻ ഇവിടെ നിൽക്കുന്നെന്ന് എനിക്കറിയാൻ പോണം. താൻ എങ്ങനെയാണോ മരിച്ചത്? അത് ഞാൻ മരിച്ചത്. കുടിച്ചാൽ ആരെങ്കിലും മരിക്കും? അതൊന്നും അല്ലടാ, മരിച്ചാന്റെ കണ്ണുകൊട്ടാനടിച്ചാ മരിച്ചത്. നല്ല മരണം, സൂപ്പർ മരണം. കർത്താവ് ഇവിടെ ഉണ്ടല്ലോ. ഇന്നലെ കർത്താവെ വിളിച്ചിട്ട് എന്നെ കാര്യം. കർത്താവ് എന്നെ കാണാതെ കരഞ്ഞഴിഞ്ഞ് ഉറങ്ങിക്കാണും. കർത്താവെ, കർത്താവെ, ഇതാ കുടിയൻ ബൈജു വന്നിരിക്കുന്നു. കർത്താവെ വാതിൽ തുറക്കണമേ. കുത്താൻ ഒരു കോണിംഗ് ബെല്ല് പോലും കർത്താവിടെ വച്ചിട്ടില്ല. എന്തൊരു കർത്താവ് ഇത്? എടോ, ഇത്രയും പേര് കേട്ട് നമ്മൾ വന്നിട്ട് കർത്താവ് വാതിൽ തുറന്നില്ല. പിന്നെയാണോ നീ തുറക്കരുത്? അങ്ങോട്ട് മാറി നിൽക്കണോ? എടോ, വേറൊരുത്തൻ എന്താ വരുന്നു? ഹലോ, താനാരാണ്? ഞാൻ മുച്ചിരി ജാക്സൺ. ഞാൻ ഉച്ചക്കടയിൽ നിന്ന് വരികയാണ്. ഉച്ചക്കടയിൽ നിന്നും വന്ന മുച്ചരി ജോൺസൺ ഈ വേദിയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. നിങ്ങൾക്കുമാകാം കുടീശ്വരി. ഞാൻ നിങ്ങളുടെ സ്വന്തം കുടിയൻ ബൈജു. ആകെയുള്ള ബാറുകൾ 15, 2 സേഫ് ലാൻഡിംഗ് ഷോപ്പുകൾ. ഒന്ന് നിർത്തണോ? ഞാൻ എന്റെ സഭയിലും നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തനമാണ്. സോഷ്യൽ മീഡിയ അതെന്താണോ? അതറിയാൻ പാടില്ലേ? ഈ ഫേസ്ബുക്കും വാട്സപ്പും അതുപോലുള്ള സാധനങ്ങൾ. ആ, അത് തന്നെ. ഇന്ന് നമ്മുടെ പള്ളിയിലെ ചെറുപ്പക്കാർക്ക് പള്ളിയിൽ വരാൻ ഭയങ്കര മടിയല്ലേ? എന്നാൽ ഞാൻ അങ്ങനെയില്ല കേട്ടോ. ഞാൻ പള്ളിയിൽ മുൻപിലിരുന്ന് അച്ഛൻ പ്രസംഗിക്കുന്ന ഫോണിൽ വീഡിയോ എടുക്കും. എന്നിട്ട് ഞാനത് പള്ളിയിൽ വരാത്തവർക്ക് ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ അയച്ചു കൊടുക്കും. ഒന്ന് നിർത്തണോ? താൻ എന്നാണോ മരിച്ചത്? ഓ, അത് ഞാനൊരു സെൽഫി എടുത്താ മരിച്ചത്. സെൽഫി എടുത്തു? സെൽഫി എടുത്താൽ ആരെങ്കിലും മരിക്കുമോ? ആ, ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ മുകളിൽ കയറുന്ന സെൽഫി എടുത്താ. സെൽഫി സ്റ്റിക്ക് മുകളിലെ ലൈൻ കമ്പി തട്ടി ഷോക്ക് അടിച്ചാ ഞാൻ മരിച്ചത്. അങ്ങനെയാണല്ലേ താൻ കരിഞ്ഞ മാലാഖയെ പോലെ ഇവിടെ വന്നിരിക്കുന്നത്? ഇടോ, കർത്താവ് ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ, അങ്ങ് വിളിച്ചാട്ടെ. ഞാൻ അയച്ച വീഡിയോ കൊണ്ട് എത്ര പേർ മാർത്താന്തരപ്പെട്ടിരിക്കുന്നു. കർത്താവേ, കർത്താവേ, ഇതാ മുച്ചിരി ജാക്സൺ വന്നിരിക്കുന്നു. കർത്താവേ, വേഗം വാതിൽ തുറക്കണമേ. കർത്താവ് വാതിൽ തുറന്നിട്ട് വേണം എനിക്ക് കർത്താവിന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ. കർത്താവേ, കർത്താവേ, വാതിൽ തുറക്കണമേ. ഇടോ, കർത്താവ് വാതിലും തുറക്കില്ലടോ. എടോ, കേരളത്തിൽ ദിനംപ്രതിയല്ലേ വാഹനാപകടം നടക്കുന്നത്? വേറെ ആരെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. ഒരുത്തൻ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. നല്ല താരാട്ടുപാട്ട് എന്റെ അമ്മ എന്നെ പാടി ഉറക്കും പോലെ ഉണ്ട്. താരാടാണോ? ഞാൻ തോപ്പിൽ വാസി. ഇത് തോറ്റ ഫാസിയ അല്ല, ഞാൻ തോപ്പിൽ വാസി. ഞാൻ 1000 തിരുസഭാംഗങ്ങളുള്ള ഒരു സഭയിലെ ചർച്ച അക്കൗണ്ടന്റാണ്.
ഞാനാണ് ആ സഭയിലെ ഗ്രൂപ്പിന്റെ നേതാവ്. താൻ എങ്ങനെയാണോ മരിച്ചത്? ഓ, അതെന്നെ സഭാജനങ്ങൾ വടികൊണ്ട് സ്നേഹിച്ചതാ. അതെന്താണോ സമാജങ്ങൾ അങ്ങനെ സ്നേഹിച്ചത്? എടോ, വടികൊണ്ട് സ്നേഹിച്ചാൽ ആരെങ്കിലും മരിക്കുള്ളൂ? അത് ഞാൻ പള്ളികളിൽ ഗ്രൂപ്പുണ്ടാക്കി കള്ളക്കണക്ക് എഴുതി വരികയായിരുന്നു. ഇതറിഞ്ഞ സഭാജനങ്ങൾ എന്റെ വെടിലോകം വിളകേറ്റിൽ വടികൊണ്ടടിച്ചു. അവിടെ നിന്ന് നേരെ പോന്നു. നിന്റെ മെഡിൽ അടിയുണ്ട് ചപ്പി തന്നെ കിടക്കണ. അല്ല, കർത്താവ് ഇവിടെയില്ലേ? ഇന്നലെ പിരിച്ച മാസവരിയും എന്റെ കയ്യിലിരിപ്പുണ്ട്. കർത്താവിന് ഇത് കൊടുക്കുകയും വേണം. കർത്താവേ, കർത്താവേ, വാതിൽ തുറക്കണമേ. തോപ്പിൽ വാസി വന്നിരിക്കുന്ന കർത്താവേ, 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 വാതിൽ തുറക്കണമേ. എടോ, കർത്താവ് വാതിലും തുറക്കായിരുന്നു. വല്ലാത്തൊരു നാറ്റമടിക്കുന്നല്ലോ. ചുട്ട ചാള കരിവാട് പോലെ എന്തൊരു നാറ്റം. താൻ ആരുവാ? ഞാൻ മാണിക്കും. മരതകം. വൈഡൂരി, താൻ എവിടെ നടന്നു? ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വരിക. അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അല്ല, കർത്താവ് ഇല്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. എടോ, ഈ നിൽക്കുന്നത് ആരൊക്കെയെന്ന് അറിയാമോ? അയ്യോ, അറിയില്ല. അറിയില്ല പോലും. ഇത് പേര് കേട്ട കുടുംബത്തിലെ 2 അംഗങ്ങൾ, പേര് കേട്ട വെള്ളമെടുക്കാരൻ, പേര് കേട്ട ചർച്ചാക്കൊണ്ടൻ, പിന്നെ പേര് കേട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകൻ, പിന്നെ ഞാൻ. എടോ, ഞങ്ങളൊന്നും വന്നിട്ട് കർത്താവ് വാതിൽ തുറന്നില്ല. പിന്നെയാണോ നീ? എടോ, നീ മനസ്സന്തരപ്പെട്ടിട്ടുണ്ടോ? നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നീ ഒരു പെട്ടടിച്ചിട്ടുണ്ടോടാ? നീ ഒരു സെൽഫി എടുത്തിട്ടുണ്ടോ? നിനക്ക് പള്ളിയിൽ മെമ്പർഷിപ്പ് ഉണ്ടോടാ? നീ വല്ല ബൈബിൾ കോളേജിലും പോയി പഠിച്ചിട്ടുണ്ടോ? ഞാൻ ബൈബിൾ കോളേജിലൊന്നും പോയിട്ടില്ല. ഞാൻ കഴിഞ്ഞ വർഷം സാക്ഷരതാ കോളേജിൽ പോയി എഴുത്തും വായനയും പഠിച്ചു. ഇവൻ കഴിഞ്ഞ വർഷം പോലും എഴുത്തും വായനയും പഠിച്ചത്. എടോ, നിനക്ക് പറ്റിയ ഒരിടം എവിടെയാണെന്ന് അറിയാമോ? അയ്യോ, അറിയില്ല. കഴിക്കാൻ നരകം. അങ്ങോട്ട് പോടോ. ഭാവി ചെല്ലുന്നിടം പാതാളം. ഒരു പാവപ്പെട്ട ഹൈന്ദവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അച്ഛൻ മരിച്ചു. എൻ്റെ അമ്മ വീട്ടുജോലിക്ക് പോയാണ് എന്നെ ആദ്യം വളർത്തിയത്. ഓർമ്മ വെച്ച കാലത്ത് എൻ്റെ അമ്മയും മരിച്ചു. അന്ന് മുതൽ ഞാൻ ചല്ലിയടിക്കാനും ഓലുമടയാനും ഒക്കെ പോകും. ആഴ്ചയിൽ കുറഞ്ഞത് 4 ദിവസമെങ്കിലും ഞാൻ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. പക്ഷേ എനിക്ക് 20 വയസ്സായപ്പോൾ ക്യാൻസർ എന്ന മഹാരോഗം എന്നെയും പിടികൂടി. രോഗം മൂർച്ഛിച്ചു. ധാരാളം മന്ത്രങ്ങളും വഴിപാടുകളൊക്കെ ഞാൻ നടത്തി. എന്നാലും ഫലമുണ്ടായില്ല. ആശുപത്രി കിടക്കയിൽ വെച്ച് ഞാൻ ആദ്യമായി യേശുവിനെ കുറിച്ച് കേട്ടു. ഞാൻ യേശുവിനെ കുറിച്ച് അറിഞ്ഞു. ഞാൻ യേശുവിൽ വിശ്വസിച്ചു. ഒടുവിൽ യേശു എനിക്ക് സൗഖ്യം നൽകി. അതിന് നിനക്ക് യേശുവോട് സൗഖ്യം തന്നേന്ന് ആരാ പറഞ്ഞേ? ക്രിസ്ത്യാനികളായി ഞങ്ങൾ ഇത്രയും പേര് വന്നിട്ട് കർത്താവ് വാതിൽ തുറന്നില്ല. പിന്നെയാണോ നീ? അയ്യോ, എനിക്ക് കർത്താവിനെ മാത്രമേ അറിയൂ. ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു. തൻ്റെ അവസാനത്തുള്ള രക്തവും കർത്താവ് കാൽവരിയിൽ എനിക്ക് യാഗമായി തന്നു. ഇനി എനിക്ക് കർത്താവല്ല വേറെ ആശ്രയമില്ല. എടോ, ഇവിടെ നിന്ന് പോന്നാതെ അങ്ങോട്ട് പോയി വിളിക്കണം. ചിലപ്പോ വാതിൽ തുറന്നാലോ? കർത്താവേ, 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 അടിയൻ പ്രിയം വച്ചിരിക്കുന്ന അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ അടിയൻ വന്നിരിക്കുന്ന കർത്താവേ, കർത്താവേ, വാതിൽ തുറക്കരുത്. കർത്താവേ, എന്റെ പിതാവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുക. ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട പിശാചൻ അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകും. അവിടെ കരച്ചിലും പല്ലുകളിയും ഉണ്ടാകും.
രാത്രിക്ക് കർത്താവ് വാതിൽ തുറക്കണം കർത്താവ്. പ്രിയമുള്ളവരെ, ആത്മരക്ഷ സ്വന്തമാക്കേണ്ട മാനദണ്ഡങ്ങൾ കർമാനുഷ്ഠാനങ്ങളും പുണ്യപ്രവൃത്തികളുമല്ല എന്ന്